ഓക്കെ ഗൈസ്, ഇത് സാധാരണ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഗിവ് അവേന്റെ പൈസ അല്ല. ഇത് എന്ന് വെച്ചൊരു കാര്യമുണ്ട്. നമ്മൾ 2 ദിവസം മുന്നേ ഒരു ഗിവ് അവേ, കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് തൊപ്പി ഒരു ഗിവ് അവേ മത്സരം നടത്തിയിരുന്നു. അതിന്റെ താഴെ നിസമോൾ എന്ന യുവതി തന്റെ അവസ്ഥ കമന്റ് ചെയ്തിരുന്നു. കമന്റിൽ വന്നിട്ട് ഒരു ഇത്ത വന്നിട്ട് മോനെ ആ പൈസ എനിക്ക് തരുമോ, ഒരു സർജറി ചെയ്യാൻ എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞൊരു കമന്റ് ഇട്ടു. തനിക്ക് നട്ടലിന് ശസ്ത്രക്രിയ ആവശ്യമാണെന്നും എന്നാൽ സാമ്പത്തികമായി അതിന് വഴിയില്ലെന്നും അവർ അതിൽ പറഞ്ഞിരുന്നു. മനസ്സുകൊണ്ട് തൊപ്പിക്കും ഗിവ് അവേ സ്പോൺസർമാർക്കും ഈ തുക നിസമോൾക്ക് കൊടുക്കണം എന്നായിരുന്നു. പക്ഷേ ഗിവ് അവേ വിജയികളെ തിരഞ്ഞെടുക്കുന്നത് കമന്റ് പിക്കർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ്. അതിനാൽ തന്നെ ആ തുക നിസമോൾക്ക് നൽകാൻ തൊപ്പിക്ക് കഴിഞ്ഞില്ല. എന്നാൽ ആ കമന്റ് തൊപ്പിയെ വല്ലാതെ വിഷമിപ്പിച്ചു. തുടർന്ന് അദ്ദേഹം നിസമോളെ സഹായിക്കാൻ തീരുമാനിക്കുകയും അങ്കമാലിയിലെ ആശുപത്രിയിലെത്തി അവരെ നേരിട്ട് കണ്ട് ശസ്ത്രക്രിയക്കും മറ്റാവശ്യങ്ങൾക്കുമുള്ള സാമ്പത്തിക സഹായം കൈമാറുകയും ചെയ്തു. ഇപ്പം അങ്കമാലിയിലുള്ള MAGJ ഹോസ്പിറ്റലിലുണ്ട്. അപ്പൊ സർപ്രൈസ് ആയിട്ട് അവിടെ പോയിട്ട് ഇത്താന്റെ പ്രശ്നങ്ങളൊക്കെ തീർത്തു കൊടുക്കാന്ന് വിചാരിച്ചു. വീഡിയോയുടെ അവസാനം തൊപ്പി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. സമാനമായ രീതിയിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ കമന്റുകൾ ഇടുന്നതിന് പകരം നേരിട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ തീർച്ചയായും സഹായിക്കാൻ ശ്രമിക്കുമെന്ന്. സോഷ്യൽ മീഡിയയിൽ യഥാർത്ഥ ഇൻഫ്ലുവൻസർ ഇവരെ പോലെയുള്ളവരാണ്. പലർക്കും തൊപ്പിയെ ഇപ്പോഴും ഇഷ്ടമല്ല. പണ്ട് ഒരു കോമാളിയാണെങ്കിലും ഇപ്പോൾ അങ്ങനെയല്ല, എത്രയോ മാറിയിരിക്കുന്നു. സ്വന്തം പണത്തിൽ നിന്നും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ള ആ മനസ്സ്, അത് ആരും കാണാതെ പോകരുത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കമന്റുകളായി രേഖപ്പെടുത്തുക. ആരോരും ഇല്ലാത്ത അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു മടിയും കൂടാണ്ട് മെസ്സേജ് അയച്ചോ. വെറുതെ കമന്റ് ഒന്നും ഇടാൻ നിൽക്കണ്ട, നേരെ മെസ്സേജ് അയച്ചോ.